റൊണാൾഡോയുടെ പറഞ്ഞു വരുന്ന ഫലത്തിൽ ഏകദേശം ഒരു 33,000 രൂപ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മോമൊക്കെ പറയുന്ന ഒരു 33 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഓട്ടോ സ്വന്തമാക്കാം. അതെ, ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പോൾ വണ്ടികളൊക്കെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, CNG എന്നുള്ളത് ഏറ്റവും കുറവ് കമ്പഷൻ വരുന്ന ഫ്യൂവലാണ്. പക്ഷേ വണ്ടികൾ പൊട്ടിത്തെറിക്കുന്ന ഇഷ്യൂസ് കാര്യമായിട്ട് നമ്മൾ കാണാറുണ്ട്, തീ പിടിക്കുന്ന ഇഷ്യൂസൊക്കെ. അത് CNGയിൽ ശരിക്കും പറഞ്ഞാൽ കുറവല്ലേ? CNGയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് കുറേ ഈ ഒരു കേസുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു വണ്ടി പോലും CNG അല്ല, ഇലക്ട്രിക് കത്തിയിട്ടുണ്ടല്ലോ. ഇലക്ട്രിക് അല്ലെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ. ഇതിൽ ഭൂരിഭാഗം സംഭവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾട്രേഷൻസ് വരുത്തുന്നതിലുള്ള വയറിംഗിലാണ് കൂടുതൽ വരുന്നത്. CNGയിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് വരാനുള്ള ചാൻസസേ ഇല്ല. അതെ അതെ, കാരണം അതിൽ യൂസ് ചെയ്യുന്ന സിലിണ്ടേഴ്സ് ആണെങ്കിലും പെസോയുടെ അപ്രൂവലുള്ള സിലിണ്ടേഴ്സാണ്. ഈ പറഞ്ഞ എല്ലാ അപ്രൂവൽസ് ഉള്ള കിറ്റുകളാണെങ്കിലും ARAയുടെ അപ്രൂവലുള്ള കിറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ആ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുത്തിട്ട് ഉള്ള ഫിറ്റ്മെന്റ്സ് ആണ് എല്ലാം. ഇപ്പം നമ്മളൊന്നല്ല, ഏതൊരു സെന്ററും ചെയ്യുന്നത് ആ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ലീഗലായിട്ട് രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ഡൗട്ടും കൂടെ ഉണ്ടായിരുന്നു, എത്ര മാസത്തേക്ക് അപ്പോൾ EMI വരും? 6 ആണോ 9 ആണോ? ബജാജിലാണെങ്കിൽ ഓൾറെഡി അപ്രൂവൽ ഉള്ളതെങ്കിൽ 9 മാസം വരെയാണ് കിട്ടുന്നത്. അതൊരു മാസം 3,000-4,000 രൂപ റേഞ്ചിൽ വരുന്നുള്ളൂ. അതെ, അതിൽ 1 കിലോമീറ്ററിന്റെ മുകളിൽ നമുക്ക് 321 പൈസ വ്യത്യാസമുണ്ട്. ഇൻറ്റു 50 നോക്കിയാൽ ഒരു ദിവസം 160 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഒരു ദിവസം 160 രൂപ വ്യത്യാസം മാറും. അത് നമ്മൾ ഒരു മാസം നോക്കുകയാണ്, ഇൻറ്റു 30 4,815. ഓക്കെ, ഇൻറ്റു 12 ഒരു വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ 57,780. 60,000 രൂപ അടുത്ത് തന്നെ ഒരു കൊല്ലം കൊണ്ടല്ലേ? 3ഉം 5ഉം നമ്മളിപ്പോ കൂട്ടണ്ട, വെറുതെ പ്രഷർ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഒത്തിരി വണ്ടികളുണ്ടല്ലോ, ഓൺ ഓഫർ ആണോ? ഇപ്പോൾ ചിങ്ങ് 1 ആയിട്ടുള്ള ഓഫറും ഓൺ ഓഫറും എല്ലാം കൂടി ആയിട്ടാണ് ഇന്നിപ്പോൾ അത്യാവശ്യം വണ്ടികൾ കയറിയിരിക്കുന്നത്. ഓക്കെ, ഉള്ളിലൊരു എമിയോ ഉണ്ടല്ലേ? എമിയല്ലേ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്സിഡന്റ് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫാക്ടർ ഉണ്ട്, ഈ വണ്ടികൾക്കൊന്നും പെട്രോൾ വലിയ മൈലേജ് ഇല്ലാത്ത വണ്ടികളാണ്. അത് ഒരുവിധപ്പെട്ടവരെല്ലാവരും നോക്കുന്ന അതാണ്. ഒരു 12-13 മൈലേജ് കിട്ടുന്ന പക്ഷെ നല്ല അടിപൊളി വണ്ടികളാണ്. ജിപ്സി പ്രത്യേകിച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്, പക്ഷെ മൈലേജ് ഇല്ല എന്നുള്ളത് ആ ഒരു പ്രശ്നം. അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ CNG എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള കറക്റ്റ് ടൈമാണിത്. അതിനുള്ള ഇപ്പൊ ചെയ്യാം. അതിനുള്ള കാരണം കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. നമുക്കിപ്പോൾ ഓണം ഓഫർ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് ഈ 31 വരെ ഓഫർ ഇട്ടിരിക്കുന്നത് 4,000 രൂപ ക്യാഷ് ബാക്ക് ഉണ്ട്. ഓക്കെ, അതുകൂടാതെ ഇന്ന് ചിങ്ങ് 1 തൊട്ടിട്ട് ഇന്ത്യൻ ഓയിൽ അദാനി ഗ്രൂപ്പിന്റെ ഓഫർ വരുന്നത് ഇന്ന് തൊട്ട് കൺവേർട്ട് ചെയ്യുന്ന വണ്ടികൾക്ക് 10,000 രൂപയുടെ CNG ഫ്രീ ആയിട്ട് 10,000 രൂപ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫലത്തിൽ 10,000 രൂപ എക്സ്ട്രാ ഓഫർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫലത്തിൽ ഏകദേശം നമ്മളിപ്പോൾ ഒരു 50,000 രൂപയുടെ കിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ 10 CNGയുടെ തന്നെ കിട്ടി 4,000 രൂപ ക്യാഷ് ബാക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ 36,000 രൂപയ്ക്ക് CNG കിട്ടും. അങ്ങനെ നോക്കുക, 36 വരുന്നുള്ളൂ. അതെ, നമസ്കാരം. ഞാൻ അഭി, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന CNG ഫിറ്റ് ചെയ്യുന്ന സെൻറ്ററിലാണ്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മൂര്യാട് പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് V6 എന്നുള്ള ഈ ഒരു ഫിറ്റ്മെൻറ്റ് സെൻറ്ററാണ്. അത്യാവശ്യം നല്ല പവറുള്ളൊരു പെട്രോൾ വണ്ടിയാണ് കയ്യിലുള്ളത്. പക്ഷേ അതേസമയത്ത് ആ വണ്ടിക്ക് മൈലേജ് കുറച്ച് കുറവുണ്ട്. ആ മൈലേജ് നമുക്ക് കുറച്ചൊന്ന് കൂട്ടണം, അതേ സമയത്ത് നമുക്ക് വണ്ടീനെ വലിയൊരു പെർഫോമൻസ് ബാധിക്കാനും പാടില്ല എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100K അന്നേരം നമ്മളൊരു കാർ ഗിവ് അവേ കൊടുക്കുന്നുണ്ടാവും. അതിനകത്ത് നിങ്ങൾ പങ്കെടുക്കാനുള്ള കാര്യങ്ങളാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. റൊണാൾഡോയുടെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഡൗട്ടാണ് എങ്ങനെയാണ് CNG ലാഭകരമാകുന്നത്. കാരണം ഒരു നല്ലൊരു എമൗണ്ടിന് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ എത്ര കാലം കൊണ്ട് എങ്ങനെ ലാഭകരമാകുന്നുള്ളത് സിമ്പിളായിട്ട് ഒന്ന് പറഞ്ഞുതരാമോ? നമുക്കൊരു കാൽക്കുലേഷൻ നോക്കാം. ഇപ്പോൾ CNG പെട്രോളിന്റെ വില, 1 ലിറ്റർ പെട്രോളിന്റെ വില വരുന്നത് 108 രൂപ. CNGക്ക് 1 കിലോയ്ക്ക് വരുന്നത് 85 രൂപ. ഇപ്പോൾ ഒരു 16 കിലോമീറ്റർ ആവറേജ് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ 16 കിട്ടുന്ന വണ്ടിക്ക് മിനിമം 50% വർധനവ് 1 കിലോ ഗ്യാസിൽ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. അതായത് 16 കിട്ടുന്ന വണ്ടിക്ക് 24 കിലോമീറ്റർ ഏറ്റവും കുറഞ്ഞത് മൈലേജ് കിട്ടും. ഇനി നമ്മൾ ഈ പെട്രോളിൽ 1 കിലോമീറ്റർ ഓടാനായിട്ടുള്ള കോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 108 രൂപയ്ക്ക് 1 ലിറ്റർ വരുന്നതിൽ നമുക്ക് 16 കിലോമീറ്റർ ആണ് ഓടുന്നതെങ്കിൽ 1 കിലോമീറ്റർ ഓടാനുള്ള എക്സ്പെൻസ് വരുന്നത് 6 രൂപ 75 പൈസയാണ്. 85 രൂപ 1 കിലോയിൽ വരുമ്പോൾ അത് ഡിവൈഡഡ് ബൈ 24 നോക്കിയാൽ 3 രൂപ 54 പൈസയാണ് വരിക. പകുതി ചെലവ് തന്നെ ഏകദേശം വരുന്നുള്ളൂ. അതായത് നമുക്ക് 1 കിലോമീറ്റർ ഓടുമ്പോൾ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 6 രൂപ 75 പൈസ മൈനസ്
3.54 നോക്കിയാൽ 3.21 നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഈ പറഞ്ഞ പെട്രോൾ നമ്മളൊരു 20,000 കിലോമീറ്റർ ഓടാനായിട്ട് വരുന്ന എക്സ്പെൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 1,35,000 രൂപ പെട്രോൾ ചെലവ് എക്സ്പെൻസ് വരുന്നുണ്ട്. 20,000 കിലോമീറ്റർ ഓടാനായിട്ട് പെട്രോൾ വരുന്ന എക്സ്പെൻസ്. അതേ 20,000 കിലോമീറ്റർ നമുക്ക് CNG ഓടാനാണെങ്കിൽ ഈ പറഞ്ഞ 3.54 ഇൻറ്റു 20,000 നോക്കിയാൽ വരുന്നത് 70,800 ആണ്. അവിടെ തന്നെ ഏകദേശം 60,000 രൂപയുടെ വ്യത്യാസം. 60,000 രൂപ 20,000 കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് 60,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഇതാണ് അതിന്റെ കാൽക്കുലേഷൻ. 20,000 കിലോമീറ്റർ ഓടുമ്പോഴേക്കും ഏകദേശം 60,000-65,000 രൂപയുടെ അടുത്ത് നമുക്ക് ലാഭം വരുന്നുണ്ട്. അപ്പൊ 20,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ CNGക്ക് നമ്മൾ ചെലവാക്കുന്ന പൈസന്റെ 20,000 ഓടണ്ട, 10,000 ഓടുമ്പോഴേക്കും ലാഭമായി. 20,000 ഓടുമ്പോൾ ഇറക്കിയ പൈസ അതിന് കൂടുതൽ പൈസ തിരിച്ചു വരും. അപ്പോൾ CNG ഫിറ്റ് ചെയ്തിട്ട് ഫുള്ള് കുട്ടപ്പനായിട്ടുള്ള നമ്മളെ ജിപ്സി ഉണ്ട് ഇവിടെ. ജിപ്സിൻ്റെ അത് എവിടെയായിരിക്കും CNG ഉണ്ടാവുക എന്നുള്ളതൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. CNG വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറകിൽ ഇരിക്കാൻ പറ്റുമോ, ഇങ്ങനത്തെ ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് CNGയുടെ കിറ്റ് വരുന്നത്. ചെറിയൊരു സ്പേസ് മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലേ ചേട്ടാ? ചെറിയൊരു സ്പേസേ ഉള്ളൂ. അതേപോലെ നമുക്കിനി സീറ്റ് ഇവിടെ ഫിറ്റ് ചെയ്യാനുണ്ട്. അത് കസ്റ്റമർ പുറത്തുനിന്ന് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നേരെ ഇവനെയും കൊണ്ടൊരു ടെസ്റ്റ് ഡ്രൈവ് പോരാ. സുരേഷ് ചേട്ടാ, അത്യാവശ്യം വണ്ടികളെ പറ്റി ക്രേസ് ഉള്ള ഒരാളുടെ വണ്ടിയാണുള്ളത്. അതെ, ആഫ്റ്റർ മാർക്കറ്റ് പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ട്. AC ഉണ്ടോ? പവർ സ്റ്റിയറിംഗ് ഉണ്ടോ? AC പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ ഉണ്ട്, സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്. ഇപ്പം കൂടെ CNGയും കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ CNGന്റെ സ്പേസ്. പവർ ഷോർട്ടേജ് എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാവോ? കാര്യമായിട്ട് ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, ഇനി എങ്ങാനും പവർ ഷോർട്ടേജ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. CNG നേരെ പെട്രോളിലേക്ക് തന്നെ. അതെ, പെട്രോളിൽ മാറാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ഒറ്റ തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇപ്പോൾ വണ്ടി പെട്രോൾ ആയിട്ടുണ്ട്. CNGന്റെ ബ്ലിങ്കിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ വണ്ടി നിലവിൽ പെട്രോളിലുള്ളത്. ഓക്കെ, റൈറ്റ് ഉണ്ടോ? ലെഫ്റ്റ് നേരെ പുതിയ പോലെ തന്നെ അടിക്കൂടെ പോവാം. ഓക്കെ, ഇതിപ്പോൾ വണ്ടി നിലവിൽ പെട്രോളാണ് ഓടുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള വണ്ടിയാണ്. മീറ്ററിലാകെ 14,000 കിലോമീറ്ററാണ് കാണുന്നത് കേട്ടോ. മോട്ടോ GPയിലൊക്കെ ഓടിക്കുന്നവര് വളവൊക്കെ എടുത്തു വരുന്നു ഓരോരുത്തർ. നേരെ ഒന്നോട് അടിച്ച് ജിപ്സിക്ക് പറ്റിയ റോഡുകളാണ് നമുക്കിവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ CNGയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ചെറിയൊരു സൗണ്ട് വന്നത് CNGയിലേക്ക് മറന്നതിൻ്റെ കൺവേർട്ട് ആയിരുന്നു. ഓക്കെ, CNGയിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. AC-യിലാണ്, പക്ഷേ വലിയൊരു പവർ ഡിഫറൻസ് ഒന്നും അറിയുന്നില്ല കേട്ടോ. തേർഡ് ഗിയറിൽ തന്നെ അത്യാവശ്യം സ്മൂത്തായിട്ട് 30-40 റേഞ്ചിൽ ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. ശരിക്കും AC ഇടാതെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഇതിനേക്കാളും നല്ല പവർ ഉണ്ടാവില്ലേ? ഇത് AC ഇട്ട് കഴിഞ്ഞിട്ടല്ലേ ഇത്ര പവർ മറ്റൊരു വ്യത്യാസം വരുന്നത്. അഡീഷണൽ ചെയ്ത AC ആയതുകൊണ്ടാണ്. കമ്പനി ഇറക്കുന്ന AC അല്ലല്ലോ. കമ്പനി AC ഇറക്കുന്നുണ്ടോ? ഇല്ല, കമ്പനി ഇറക്കിയിട്ടില്ലല്ലോ. 2016 ഇറക്കിയിൽ ഇത് സോഫ്റ്റ് റൂഫ് അല്ലേ വരുന്നത്? ഹാർഡല്ലല്ലോ, അതുകൊണ്ട് ഹാർഡല്ല വരില്ല അല്ലേ? ഇല്ല. നമ്മൾ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചൊരു ജിപ്സി ഉണ്ടായിരുന്നു. അതിന് ഡീസലിൽ കിട്ടുന്നത് 20 കിലോമീറ്റർ മൈലേജ് ആണ്. പക്ഷെ അതിന് നിസാന്റെ 1 ലിറ്റർ എഞ്ചിനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് നോക്കുന്നേരം 20 കിലോമീറ്റർ തന്നെ നമുക്ക് പെട്രോളിൽ വലിയൊരു മെയിൻ്റനൻസ് ഇല്ലാതെ അത്രയും കിലോമീറ്റർ തന്നെ CNGയിൽ കിട്ടുന്നുണ്ടാവും. പക്ഷെ അതേ സമയത്ത് വണ്ടി കുറച്ചും കൂടെ അതിനേക്കാളും സ്മൂത്താണ് കേട്ടോ. ഇത്ര പവർ ആ ഒരു ഡീസൽ ജിപ്സിക്ക് ഉണ്ടായിരുന്നില്ല എന്തായാലും. റെഡി ആയി വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തും ചെയ്യും. ഇതിപ്പോൾ നിലവിൽ CNGയിലാണ് ഓടുന്നത്. CNGൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് AC-യിൽ വണ്ടി അത്യാവശ്യം പവർ നല്ല പോലെ ഉണ്ട്. ഈ ഒരു പോക്ക് പോയാലാണ് നിങ്ങൾ പറഞ്ഞത് 20-ന്റെ അടുത്ത് മൈലേജ് കിട്ടുന്നത്. 20-ന്റെ അടുത്ത് കസ്റ്റമർക്ക് 12-13 മൈലേജ് കിട്ടുന്നത്. ഓക്കെ, CNGയിൽ എന്താ പെട്രോൾ കിട്ടുന്നത്? CNGയിൽ അത് ഒരു 18-20-നുള്ളിൽ എന്തായാലും കിട്ടുന്നുണ്ടാവും അല്ലേ? ഹൈവേയിലാകുമ്പോൾ 24
26 ആ റേഞ്ച് വരെ മാക്സിമം കിട്ടും. ഇപ്പോൾ വണ്ടി നിർത്തിയിട്ട് നമ്മൾ റേസ് ഒക്കെ ചെയ്യുകയാണെങ്കിലും ആ പറഞ്ഞ പോലെ തന്നെയാണോ? ലൈക്ക് പവറിൽ ഈ ജിപ്സിക്ക് മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു ഇതാണ് അതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ അത്യാവശ്യം വണ്ടി റേസ് ചെയ്യുകയാണെങ്കിൽ നല്ല സൗണ്ട് കിട്ടില്ലേ? പെട്രോൾ സെയിം തന്നെയാണ് നമുക്ക് വണ്ടിയുടെ സൗണ്ട് എല്ലാം വരുന്നത്, ഡിഫറൻസ് ഒന്നും വരില്ല. യെസ്. അപ്പോൾ CNG വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജിന് വലിയൊരു മുടക്ക് വരുന്നില്ല. ഇത്രയും സ്പേസ് നമുക്ക് CNG വെച്ചതിന് ശേഷം കിട്ടുന്നുണ്ട്. CNG ചെയ്താൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഇത്രയും ഇലക്ട്രിക്കൽ അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വാറണ്ടി ഗ്യാരണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് 3 വർഷത്തെ വാറണ്ടി വരെ ഇവർ ഓരോ കമ്പനി ഡിപ്പെൻഡഡ് ആയിട്ട് പറയുന്നുണ്ട്. 1 വർഷം മുതൽ 3 വർഷം വരെയാണ് വാറണ്ടി ഉള്ളത്. അതേപോലെ തന്നെ ആ വാറണ്ടി എന്ന് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കേട്ടോ, സർവീസിങ് അല്ല, റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് CNG ഒക്കെ ചെയ്ത് പോയി കഴിഞ്ഞ് ഇപ്പം നമ്മൾ ചെല്ലുന്നിടത്ത് പമ്പ് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. കാരണം CNG പെട്രോൾ പോലെ നമുക്ക് നമുക്ക് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് പമ്പുകൾ ഓപ്പൺ ആണ്. ഇന്ന് ബത്തേരിയിലെ പമ്പ് ഓപ്പൺ ആയിട്ടുണ്ട്, ബത്തേരി പമ്പ് ഓപ്പൺ ആയിട്ടുണ്ട് CNG-യുടെ. ഓക്കെ. ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലൊക്കെ എനിക്ക് ഒരു 14-15ഓളം പമ്പുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. ആദ്യം എരിഞ്ഞിപ്പല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം അതിൻ്റെ വർക്ക് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞിട്ട് ഓപ്പണിങ്ങിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. മലയാളി CNG-ന്റെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നിങ്ങളൊരു അഭിപ്രായം എന്താ? സെറ്റാണോ സാധനം? ഞാൻ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഈ വണ്ടിനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഞാനിപ്പോൾ ഇത് എടുത്തിട്ട് ഒരു 25 കിലോമീറ്റർ. നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫസ്റ്റ് സർവീസിന് വന്നപ്പോൾ നമ്മളൊരു വീഡിയോ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. സെയിം വണ്ടി തന്നെയാണ്. അപ്പോൾ ഞാനൊരു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആയതിനെ കൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ ഞാൻ ഈ വണ്ടി വെച്ചു. 25 കിലോമീറ്റർ ഓടിയുണ്ടാവും. 25 കിലോമീറ്റർ. ഇതിന്റെ ഇപ്പോൾ ചെലവാക്കുന്ന പൈസകളൊരു അഭിപ്രായത്തിൽ ആക്റ്റീവ കൊണ്ടെടുക്കുന്നതിന്റെ ചെലവ് ഇപ്പം KFC-യിൽ കൂടെ ഒന്ന് പോകുന്നുണ്ട്. CNG വെക്കുന്നതിന്റെ പൈസ നിങ്ങൾക്ക് മുതലായി 25 കിലോമീറ്ററിനെ കൊണ്ട് അതായിട്ടുണ്ടോ? ഒരു 15,000 കിലോമീറ്റർ. ഞാനിപ്പോൾ പെട്രോൾ വെച്ച് ഓടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കവർ ചെയ്ത് പോയില്ലോ. സിമ്പിൾ കാൽക്കുലേഷൻ. 15,000 കിലോമീറ്റർ ഒക്കെ ഞാൻ വേറെ ഒന്നും പറയാം, 2 വീലർ ഓടിക്കുന്ന അതേ പോസ്റ്റിംഗ് ഇപ്പോൾ ഇതിന് വരുന്നു. അതെ, സ്റ്റാർട്ടിങ് നമുക്കൊരു 47,000 മുതലുള്ള കിറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. സ്റ്റാർട്ടിങ് വരുന്ന അതാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് ബാക്ക് 4,000 കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുകൂടാതെ 10,000 രൂപയുടെ CNG ഓഫർ ഇപ്പോൾ ഉണ്ട്. ഓക്കെ. പിന്നെ അത് റെഡി ക്യാഷ് ആയിട്ട് തന്നെ വേണ്ടി വരും എന്തെങ്കിലും അതിൻ്റെ? നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് EMI ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല ബജാജിൻ്റെ EMI കാർഡ് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്രൂവൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. എത്ര മാസത്തേക്കായിരിക്കും അപ്പോൾ EMI വരും? 6 ആണോ 9 ആണോ? ബജാജിലാണെങ്കിൽ ഓൾറെഡി അപ്രൂവൽ ഉണ്ടെങ്കിൽ 9 മാസം വരെയാണ് കിട്ടുന്നത്. അതൊരു മാസം 3,000-4,000 രൂപ റേഞ്ചിൽ വരുന്നുള്ളൂ. അതെ. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ CNG കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളത്. നമ്മൾ ജിപ്സി ടെസ്റ്റ് ഡ്രൈവ് എടുത്തു വന്നു. പവറിനകത്ത് വലിയ വേരിയേഷൻ ഒന്നും ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതേ സമയത്ത് പെട്രോള് അടിക്കുന്ന ഡ്യൂറേഷൻ അതേപോലെ തന്നെ പെട്രോളിന് വേണ്ടി ചിലവാക്കുന്ന പൈസേൻ്റെ അകത്ത് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും ചെയ്യുന്നുണ്ടാവും. ഇത്രയൊക്കെയാണ് നമ്മൾ CNG സംബന്ധമായിട്ടുള്ള ഓണം ഓഫർ. അതേപോലെ തന്നെ CNG-നെ പറ്റി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത് ഒന്നും വിട്ടുപോയിട്ടില്ലെന്നാണ് തീർച്ചയായും വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുടെ ജസ്റ്റ് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഇവരെ കോൺടാക്ട് നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ആദ്യത്തെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ടാവും. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.